ഇത്രേ ഉള്ളൂ കല്യാണി, സിംപിളാ. ആ ആനന്ദ്, കല്യാണിയെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിന്റെ പ്രസംഗം പഠിപ്പിക്കുക. പിന്നെ ബൈഹാർട്ട് പഠിപ്പിക്കുക എന്നല്ലാതെ ഇംപ്രൂവൈസ് ചെയ്ത് സംസാരിക്കാനൊന്നും കല്യാണിക്ക് കഴിയും തോന്നുന്നില്ല. അത് സാരമില്ല. മേക്ക് ദ സ്പീച്ച് സിമ്പിൾ. പ്രസംഗിക്കേണ്ട ചില പോയിന്റ്സ് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് സ്പീച്ചിൽ ഉൾപ്പെടുത്തണം. പിന്നെ ഈ ലാപ്ടോപ്പിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, കല്യാണിയെ കാണിക്കാം, പ്രയോജനപ്പെടും. എന്ത് വീഡിയോസ് ഇത്? മറ്റുള്ള കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഒക്കെ പ്രസംഗിക്കുന്ന വീഡിയോസ്. അതിന്റെ ഒരു സ്റ്റൈല് മനസ്സിലാക്കാമല്ലോ. കല്യാണി, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സായിപ്പിന്റെ മുന്നില് അന്ന് സംസാരിച്ച പോലെ ധൈര്യമായി സംസാരിച്ചോ, കല്യാണിക്ക് പറ്റും. ശരി വലിയ. Come on, I'll show you. കല്യാണി ഇരിക്ക. രണ്ടും കൂടി ഒട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? പ്രസംഗത്തിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ഇവളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി ഈ മീറ്റിംഗ് പൊളിക്കാമെന്ന് വിചാരിച്ചപ്പോ ഒന്നിനും സമ്മതിക്കാത്ത മട്ടിൽ ഗോഡ് ഫാദറെ പോലെ വന്നിരിക്കല്ലേ. ഈ ബന്ധം തകർക്കാൻ ഇനിയിപ്പോ എന്താ ഒരു വഴി? വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എത്തിയോ? എല്ലാവരും എത്തി സർ. മീറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യോ? ആ ശരി. കല്യാണി റെഡിയല്ലേ? റെഡി വല്യുഞ്ഞേ. അപ്പോ മീറ്റിംഗിനുള്ള മറ്റു ഏർപ്പാടുകളൊക്കെ ചെയ്തു. ഞാൻ ഉടനെ തന്നെ എത്തിയേക്കാം. ശരി സർ. ബെറ്റി, കാറിലൊരു ഡ്രസ് പാക്ക് ഉണ്ട്, അതൊന്ന് എടുത്തേക്ക്. കല്യാണി, ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്ത് എല്ലാം ഒന്നുകൂടി ഓർമ്മിച്ച് നല്ല ഭംഗിയായി പ്രസന്റ് ചെയ്യണം. ഓക്കെ? ശരി വല്യുഞ്ഞേ. കല്യാണി, ഇത് വീടല്ല, ഓഫീസാ. ഇപ്പൊ നീ പാചകക്കാരിയല്ല, ബ്രാൻഡ് അംബാസിഡറാ. അതുകൊണ്ട് ഓക്കെ സർ എന്ന് പറയണം, അല്ലെങ്കിൽ ഓക്കെ ബോസ് എന്ന്. വീടാണെങ്കിലും ഓഫീസാണെങ്കിലും എനിക്ക് വല്യുഞ്ഞു വല്യുഞ്ഞു തന്നെയാ. ശരി ശരി, ഓക്കെ. മീറ്റിംഗ് ഹാളിലേക്ക് പോകാം, സമയമായി. ഒരു അല്പസമയം വെയിറ്റ് ചെയ്യാനന്തേ. അത് കല്യാണിയുടെ ഡ്രസ്സ് മാറ്റണം. ഈ ഹാഫ് സാരി ഒന്നും വേണ്ട, മോഡേൺ ഡ്രസ് ഇടണം. യു ആർ റൈറ്റ് പ്രിയങ്ക, പക്ഷേ ഡ്രസ് വേണ്ടേ? അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബെറ്റ് കൊണ്ടുവരുന്ന അതാ. ഞാൻ കല്യാണിയെ എങ്ങനെയാ മാറ്റാൻ പോകുന്നതെന്ന് നോക്കിക്കോ. കല്യാണി വാ. ഇതാ മാഡം. ഗുഡ്.
താങ്ക്സ്. കല്യാണി, ദേ ഈ ഡ്രസ് ഇട്ടോ. ശരി മാഡം. മാഡം, എന്താ കല്യാണി? ഇതുപോലത്തെ ഡ്രസ്സൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇത് ശരിയാവില്ല. സാരി ആയിരുന്നെങ്കിൽ ഉടുക്കായിരുന്നു. ഇതൊന്നും ഇടാൻ പോലും എനിക്കറിയില്ല. കല്യാണി, നീ ബ്രാൻഡ് അംബാസിഡറാ. ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിൽ പ്രസംഗിക്കാൻ നീ ഈ ഡ്രസ്സ് തന്നെ ഇടണം. ശരി, ഇതിടാൻ ഞാൻ വേണമെങ്കിൽ നിന്നെ സഹായിക്കാം. ആദ്യം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഊര. ഈശ്വര, താലി എങ്ങനും കണ്ട അതോട് തീർന്നു. കല്യാണി, എന്തു പറ്റി നിനക്ക്? നീ എന്താ കഴുത്തിൽ കൈവച്ച് ചിന്തിച്ചോണ്ട് നിൽക്കുന്നേ? പെട്ടെന്നാവട്ടെ, സമയമായി. അത് ഞാൻ ഇട്ടോളാം മാഡം. മാഡം കുറച്ചു നേരം ഒന്ന് പുറത്തു നിന്നാ മതി. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ചേഞ്ച് ചെയ്തിട്ട് വാ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാഡം, ഡ്രസ് ഇട്ടത് ശരിയാണോ? ഗുഡ്, നന്നായിട്ടുണ്ട്. വാ പോകാം. ആനന്ദ്, കല്യാണി, വാ. മൈ ഗാഡ്, നമ്മുടെ ദാസേട്ടന്റെ മോള് കല്യാണി തന്നെയാണോ ഇത്? വെരി നൈസ്. ഇതിനെല്ലാം കാരണം പ്രിയങ്ക മാഡം വലിയ ഡ്രസ്സും മേക്കപ്പും എല്ലാം മാഡത്തിന്റെ സെലക്ഷനാ. ആണോ? നൈസ്. യു ആർ ഡൺ എ വെരി ഗുഡ് ജോബ് പ്രിയങ്ക. മീറ്റിംഗിന് സമയമായി, നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചാലോ? ആ ഷുവർ. പെറ്റി, അവരെ വിളിച്ചോളൂ, നമുക്ക് തുടങ്ങാം. ആനന്ദ് ഗ്രൂപ്പ് ഒരു ഹെർബൽ പ്രോഡക്റ്റ് ആരംഭിച്ചിട്ട്
ഇത്രയും വേഗം സക്സസ് ആയതിന്റെ ക്രെഡിറ്റ് നിങ്ങളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിനാണ്. ഈ കമ്പനിയിൽ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്തി കമ്പനി വിപുലീകരിക്കാൻ എത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുന്നു. മാർക്കറ്റിൽ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സുകളുണ്ട്. അതിനെയൊക്കെ പിന്നിലാക്കി നമ്മുടെ ബ്രാൻഡിന്റെ സെയിൽസ് കുതിച്ചുയരണമെങ്കിൽ അതിന് കാരണം നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും കമ്പനിയുടെ പ്രോഡക്റ്റിനും പൊതുജനങ്ങൾക്കും ഇടയിലെ പാലമായി നിൽക്കുന്നത് ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ്. നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ കല്യാണി ആ ഉത്തരവാദിത്തം നന്നായി നിറവേറ്റുകയും ചെയ്യും. ഇപ്പോ ആ പ്രോഡക്റ്റിനെ കുറിച്ച് കല്യാണി നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഈ സ്പീച്ചായിരിക്കും നമ്മൾ പരസ്യങ്ങൾക്ക് ഉപയോഗിക്കുക. കല്യാണി സംസാരിക്കുക. കല്യാണി സംസാരിക്ക. കല്യാണി സംസാരിക്ക. Good morning to all. I am Kalyani. I am the brand ambassador of Anand Herbal Beauty Company. സംസാരിക്ക കല്യാണി. എല്ലാം പ്രിയങ്ക നന്നായിട്ട് പറഞ്ഞു തന്നല്ലേ, നീ സംസാരിക്ക. ദേവി, അന്ന് മറന്നുപോയിട്ടും വല്യുഞ്ഞ് പറഞ്ഞു തന്നതൊക്കെ അതുപോലെ മനസ്സിൽ തെളിഞ്ഞു വന്നു. പക്ഷെ ഇന്നതിന് പറ്റുന്നില്ലല്ലോ. എന്താ എനിക്ക് സംഭവിക്കണേ? സംസാരിക്ക കല്യാണി, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാതെ കമ്പനിക്ക് വലിയ നഷ്ടം വരും. പ്ലീസ് സംസാരിക്ക. എന്തു പറ്റി കല്യാണി? സംസാരിക്ക. കം ഓൺ. സോറി മിസ്റ്റർ ആനന്ദ്, എന്താ ഇത്? എന്തു പറ്റി നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡറിന്? വാട്ട് ഹാപ്പൻ കല്യാണി? സംസാരിക്കുക. കല്യാണി സംസാരിക്ക. സംസാരിക്ക കല്യാണി. സോറി മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ, ഞങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബ്രാൻഡ് അംബാസിഡറിലുള്ള വിശ്വാസം വെച്ചാ. ഇങ്ങനെയുള്ള ഒരാളിൽ ഇപ്പൊ ആ വിശ്വാസമില്ല. ഐ ആം വെരി സോറി. ഞാൻ ഈ ഡീലിൽ നിന്ന് വിഡ്രോ ചെയ്യുവാണ്. ഞാനും. കല്യാണി, ഇപ്പൊ സംസാരിച്ചാലും മതി, എല്ലാം ഓക്കെ ആവും. സംസാരിക്ക പ്ലീസ്. As the brand ambassador, my privilege to welcome നമ്മളോട് പോലും സംസാരിക്കാൻ പറ്റാത്ത
ഈ ബ്രാൻഡ് അംബാസഡറെ വിശ്വസിച്ച് കോടികൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് വലിയ ബുദ്ധിമുട്ടാണ്. യെസ്, അതൊരിക്കലും ശരിയാവില്ല. ഇപ്പോഴേ പിന്തിരിയുന്നതാണ് ബുദ്ധി. നമുക്ക് പോവാം. യെസ്. ഓക്കെ, സോറി മിസ്റ്റർ ആനന്ദ്. എന്താ വിലാസിനി, ചേച്ചി, നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വരുന്നുണ്ടോ? ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്ന മട്ടുണ്ടല്ലോ. അതൊന്നുമല്ല ചേച്ചി, ഞാൻ വെറുതെ. അല്ല, ഇന്ന് ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിന് പോയില്ലേ കല്യാണി? അവരെയൊന്നും ഇതുവരെ കണ്ടില്ല. അവളിനി ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് കാണോ അതോ മീറ്റിംഗ് നശിപ്പിച്ച് കാണോ എന്നൊരു ടെൻഷൻ. ഞാൻ അവര് വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നതാ. അതെല്ലാം ഭംഗിയായി നടന്നിട്ടുണ്ടാവും. പ്രിയങ്ക ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുപോയതല്ലേ കല്യാണി. അവൾ നന്നായി പെർഫോം ചെയ്ത് കാണും. അതുകൊണ്ട് നീ പ്രതീക്ഷിച്ച ഒന്നും നടക്കില്ല, ഞങ്ങൾക്ക് ഉറപ്പാ. ആ, ദേ അവരെത്തിയെന്ന് തോന്നുന്നു. ആനന്ദ്, മീറ്റിംഗ് ഒക്കെ നന്നായിരുന്നോ? ഹൗ വാസ് ഹർ പെർഫോമൻസ്? ആനന്ദ്, ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? മീറ്റിംഗ് നന്നായിരുന്നോ? സോറി അമ്മേ, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. മീറ്റിംഗ് ഫെയിലിയർ ആയിരുന്നു. ഫെയിലൂറായി? എന്തുപറ്റി? മീറ്റിംഗിൽ കല്യാണിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റിയില്ല. ഷീ ട്രൈഡ് ഹർ ബെസ്റ്റ്, പക്ഷേ വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് അപ്സെറ്റായി ബാക്കൗട്ട് ചെയ്തു. ഒരു 20 കോടിയോളം നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. അയ്യോ, 20 കോടിയുടെ നഷ്ടോ? ഡി, 20 കോടിയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നല്ലേടി? ഈ നഷ്ടം വന്ന 20 കോടി നിന്റെ അപ്പൻ ഉണ്ടാക്കി കൊണ്ട് വരുവോടി? പറയടി. വിലാസിനെ, ദേഷ്യം വന്നിട്ട്. ചേച്ചി, ഇവള് കാരണം നമുക്ക് 20 കോടിയാ നഷ്ടം വന്നത്. എന്റെ ദേവി, കേട്ടിട്ട് എന്റെ നെഞ്ച് തകർന്നു പോയി. 20 കോടി. മതി. ബിസിനസ്സിൽ ഇതൊക്കെ പതിവാ. ഒന്നിൽ വരും, മറ്റൊന്നിൽ പോകും. അതാ ബിസിനസ്. ആനന്ദ്, 20 കോടി തന്നെയല്ലേ? റിലാക്സ്, വി ക്യാൻ മാനേജ് ഇറ്റ്. ആന്റി,
20 കോടിയുടെ നഷ്ടമൊന്നും വലിയ കാര്യമല്ല. ഇതിലല്ലെങ്കിൽ മറ്റൊന്നിൽ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് നമുക്ക് കസ്റ്റമേഴ്സിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും ഗുഡ് വില്ലും സപ്പോർട്ടും ഉണ്ടായേ പറ്റൂ. ഷോ പക്ഷേ നമ്മുടെ കമ്പനിക്ക് അതുണ്ടല്ലോ. വി ആർ ട്രസ്റ്റ് വർത്തി ബിസിനസ് പീപ്പിൾ. ആണ്. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഗുഡ് വില്ലും സപ്പോർട്ടും ഒക്കെ ഇനി അങ്ങോട്ടുണ്ടാകുമോ എന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് ബാക്ക് ഔട്ട് ചെയ്തത് ഒരു ബാഡ് സൈനാണ്. ബ്രാൻഡ് അംബാസിഡറുടെ കോൺഫിഡൻസ് ഇല്ലായ്മ അവർക്ക് നമ്മളോടുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. അത് ഭാവിയിൽ നമ്മുടെ കമ്പനിയുടെ ഗുഡ് വില്ലിനെ തന്നെ ബാധിക്കുന്ന എന്റെ ഒരു പക്ഷം.